ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തി അല്ലെങ്കിൽ ഒരു പക തീർത്ത് കളയും, നിങ്ങളെ ഫിനിഷ് ചെയ്ത് കളയും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമാണ്. അവിടെ സെക്രട്ടേറിയറ്റിൽ ആർക്കും അറിയാം. നിയമം ലംഘിക്കാൻ ഏത് തമ്പുരാനാണെങ്കിലും ഇവിടെ അനുമതിയില്ല. അത് ഉള്ളിലോട്ട് എടുക്കാൻ ഇപ്പോൾ റിട്ടയർമെൻറ്റോട് അടുത്ത് നിൽക്കുന്ന സമയത്ത് പോലും ഈ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്കത് അറിയില്ല എന്നല്ല. അങ്ങേയറ്റ അഴിമതിയുള്ള ഫയലുകൾ, അതിൽ എതിർത്തൊരു അഭിപ്രായം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ശരവേഗത്തിൽ പോകും. IASൻ്റെ ഇമേജ് ഹൂ കെയർസ്? ഈ IASൻ്റെ ഇമേജ് എന്തെന്നാണ് ഇത്? നിങ്ങൾ എന്ത് പറയുന്നത്? പുറത്തെ ആൾക്കാർ നമ്മളെപ്പറ്റി എന്താണ് വിചാരിക്കുന്നതെന്ന് അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ഇത്ര ബോധം അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇതിൽ തെറ്റായിട്ട് അക്രഡിറ്റഡ് അല്ലാത്തൊരു ഏജൻസി അക്രഡിറ്റഡ് ആണെന്നും അവർക്ക് ഇത്ര കോടിയുടെ വർക്ക് ധൈര്യമായിട്ട് കൊടുക്കാമെന്നും ഇതൊരു ഭയങ്കര ആനയാണ് ചേനയാണെന്നൊക്കെ ഫയൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാനതിൽ എഴുതണ്ടേ? അഭിപ്രായം എഴുതണ്ടേ? നമസ്കാരം. വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം. സർവീസ് കാലയളവിലെ തുടക്കത്തിൽ കളക്ടർ ബ്രോ എന്ന് പേരുകേട്ട IAS ഉദ്യോഗസ്ഥൻ മുതിർന്ന ഉദ്യോഗസ്ഥനെ സാമൂഹ്യ മാധ്യമത്തിലൂടെ വിമർശിച്ചതിൻ്റെ പേരിൽ 1 വർഷത്തിലേറെയായി സസ്പെൻഷൻ തുടരുന്നു. വകുപ്പ് തല അന്വേഷണം പൂർത്തിയായില്ല എന്ന കാരണത്താൽ വീണ്ടും 6 മാസത്തേക്ക് കൂടി സസ്പെൻഷൻ. പക്ഷേ അദ്ദേഹം ഇപ്പോഴും സർക്കാരിനെതിരെ നിയമപോരാട്ടം തുടരുന്നു. ആ പോരാട്ടം എപ്പോഴും വാർത്തകളിൽ ഇടം നേടുകയും ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു ശ്രീ N. പ്രശാന്ത് IAS. സസ്പെൻഷൻ 1 വർഷം പിന്നിട്ടിരിക്കുന്നു. അപ്പോൾ ഒരു 1.5 വർഷത്തേക്ക് സസ്പെൻഷൻ നീട്ടാൻ മാത്രമുള്ള എന്ത് ക്രിമിനൽ കുറ്റമാണ് N. പ്രശാന്ത് IAS ചെയ്തിരിക്കുന്നത്? അത് നീട്ടിയവർക്കല്ലേ അറിയുള്ളൂ. ഞാനത് പറയാൻ ആളല്ല. എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. പറഞ്ഞിട്ടുള്ള പബ്ലിക്കലി പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ ജയതിലകും അതുപോലെ മിസ്റ്റർ ഗോപാലകൃഷ്ണൻ, ഇവർ 2 പേർക്കും വിഷമം തോന്നുന്ന വിധത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് കമൻ്റാണ് കാരണം എന്ന് പറഞ്ഞിട്ടാണ് നടപടി എടുത്തിരിക്കുന്നത്. ഇവർക്ക് വിഷമം തോന്നിയതായിട്ട് ഇവർ എവിടെയും രേഖാമൂലമൊന്നും പറഞ്ഞായിട്ട് കാണുന്നില്ല. അവർക്ക് വിഷമം തോന്നിയെന്ന് അന്നത്തെ ചീഫ് സെക്രട്ടറി ഫയലിൽ എഴുതിയിട്ടാണ്, ശാരദാ മുരളീധരൻ, അവർ എഴുതിയിട്ടാണ് ഇതൊക്കെ നടന്നിരിക്കുന്നത്. അവരുടെ വിഷമം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവരുടെ വിഷമം തീരുന്നത് വരെ ഒരു പക്ഷേ സസ്പെൻഷൻ തുടരുമായിരിക്കും, എനിക്കറിയില്ല. ഈ ഒരുപക്ഷെ അങ്ങയുടെ നിയമ പോരാട്ടം നടത്തുന്നത് സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി പദവിയിലിരിക്കുന്ന വ്യക്തി ആയതുകൊണ്ടാണോ സർവീസ് തിരിച്ചു കയറാനുണ്ടാകുന്ന ഒരു കാലതാമസം ഇത്രയേറെ ഉണ്ടാകുന്നത്? ഫയലിൽ അഭിപ്രായം എഴുതി എന്നുള്ളതാണ് സത്യത്തിൽ ഇവിടുത്തെ പ്രശ്നം. അല്ലാതെ ഫേസ്ബുക്കിലെ കമൻറ്റും അതൊക്കെ ഒരു മറയാണെന്ന് ഇവിടെ ആർക്കും അറിയാവുന്നതേ ഉള്ളൂ. ആ ഫയലുകൾ മുഴുവൻ പുറത്ത് വന്നു കഴിഞ്ഞു. അവിടെ എന്താണ് നടന്നുകൊണ്ടിരുന്നതെന്നും എല്ലാവർക്കും ഇപ്പം പബ്ലിക് ഡൊമൈനിൽ വന്നു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇതൊരു അദ്ദേഹത്തെ ഒരു പ്രതിയോഗിയായി കണ്ടിട്ടൊന്നുമല്ല ഈ ഒരു വിഷയത്തിൽ ഞാൻ നിലപാട് എടുത്തിട്ടുള്ളത്. എനിക്ക് ഫയലിൽ അഭിപ്രായം എഴുതാനുള്ള എൻ്റെ അവകാശം കിട്ടുന്നത്, ദാറ്റ് ഈസ് മൈ പോയിന്റ്, ദാറ്റ് മൈ സിംഗിൾ പോയിന്റ്. അപ്പോൾ ആ അവകാശത്തെ പറ്റി സംസാരിച്ചതാണ് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്. പക്ഷെ അവിടെ ഈ പറഞ്ഞോട്ട് പ്രതിയോഗിയും ഇതൊന്നുമായിട്ട് ഞാൻ കാണുന്നൊന്നുമില്ല അദ്ദേഹത്തെ. കാരണം ഹീസ് ജസ്റ്റ് പാസിങ്. എത്ര കാലം സർവീസുള്ള മനുഷ്യനാണ് അദ്ദേഹം, റിട്ടയർ ആവാൻ ആയല്ലോ. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കാത്തതെന്ന് പറഞ്ഞാൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോട് അദ്ദേഹം കാണിക്കുന്നത് എന്തെന്നാണ്. വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളും വേറെ എവിടെ നിന്നെങ്കിലും ഇൻസ്ട്രക്ഷൻസ് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടോയെന്നും എനിക്കറിയില്ല. വാട്ട് എവർ ഇറ്റ് ഈസ് നോട്ട് ഫെയർ. ഇങ്ങനെയൊന്നും അല്ല ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ പെരുമാറേണ്ടത്. ഇങ്ങനെയൊന്നുമല്ല നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ താങ്കൾ ഇപ്പോഴും കരുതുന്നുണ്ടോ ഈ ചീഫ് സെക്രട്ടറി റാങ്ക് ജയിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ സർവീസ് കഴിയുന്നതിന് മുമ്പ് താങ്കൾക്ക് സർവീസിലേക്ക് കയറാൻ ആകുമെന്ന് ഇപ്പോൾ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ അതൊന്നും ആലോചിക്കുന്നൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള, എന്നെ ഏൽപ്പിച്ചിട്ടുള്ള പണികൾ ചെയ്തു പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സർക്കാർ സിസ്റ്റത്തിനകത്ത് ഈ സസ്പെൻഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഡോണ്ട് വാണ്ട് യുവർ സർവീസ്, എൻ്റെ സേവനം വേണ്ടാന്നല്ലേ പറയുന്നുള്ളൂ. ഇതിനെ വിദേശ രാജ്യങ്ങളിലൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ലീവ് എന്ന് പറയും. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ലീവ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഐ എം ഗെറ്റിംഗ് പെയ്ഡ്, സർവീസ് വേണ്ടാന്നേ പറയുന്നുള്ളൂ. അതായത് ഞാൻ ഫയലിൽ എഴുതരുത്, ഫയലിൽ അഭിപ്രായം പറയരുത്. കാരണം ഫേസ്ബുക്കുമായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യമല്ലല്ലോ എൻ്റെ ജോലി. മുൻപ് എത്രയോ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഇദ്ദേഹം എങ്ങനെയാണ് ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തി അല്ലെങ്കിൽ ഒരു പക തീർത്ത് കളയും, നിങ്ങളെ ഫിനിഷ് ചെയ്ത് കളയും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമാണ്. അവിടെ സെക്രട്ടേറിയറ്റിൽ ആർക്കും അറിയാം. അപ്പോൾ ഇതിൽ സക്കംബ് ചെയ്ത് പോവും, പലരും ഭയന്ന് പോവും.
പേടിച്ചിട്ട് ഇദ്ദേഹം പറയുന്നത് എന്തായാലും ഇനിയും അയാളങ്ങ് സഹിച്ചാൽ പോരെ, അല്ലെങ്കിൽ അവിടെ നിന്ന് വകുപ്പ് നിന്ന് മാറിപ്പോയാൽ പോരെ, എങ്ങനെയെങ്കിലും നമ്മൾ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് വിചാരിച്ചിട്ടാണ് സാധാരണ എല്ലാവരും സഹിക്കുന്നത്. കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഒരാൾ ഇതുപോലെ സസ്പെൻഷനിൽ ഇട്ട് കഴിയുമ്പം അവരുടെ EMI അടക്കും, മറ്റേത് 100 പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എനിക്കൊരു കുഷൻ ഉള്ളത് കൊണ്ടും ഇത് എന്നെ അങ്ങനെ വല്ലാതെ ബാധിക്കാത്തത് കൊണ്ടും മാത്രമാണ് ഞാൻ ഹാപ്പി ആയിട്ട് പോകുന്നത്. പക്ഷേ ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ദിസ് ഈസ് ഓക്കെ. ഇറ്റ് ഈസ് നോട്ട് ഓക്കെ, ഇറ്റ്സ് നോട്ട് ഫെയർ, ഇറ്റ്സ് നോട്ട് കറക്റ്റ്. അത് ശരിയല്ല. പക്ഷേ ഇത് എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ കയ്യും കാലം പിടിച്ച് എങ്ങനെയും സർവീസിനകത്ത് കയറിയേ പറ്റൂ എന്ന് പറഞ്ഞ് നടക്കേണ്ട ആവശ്യവുമില്ല. സർവീസ് ഇസ് നോട്ട് നീഡഡ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഫൈൻ, നമുക്കതിനകത്ത് വലിയ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ സിവിൽ സർവീസിനകത്ത് മാത്രമേ അവനവൻ്റെ ഐഡൻറ്റിറ്റി ഉള്ളൂ. അതിൻ്റെ പുറത്തിറങ്ങിയാൽ ഈ മീൻ വെള്ളത്തിൻ്റെ പുറത്തായി പോയ പോലെ ശ്വാസം മുട്ടുന്ന ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം റിട്ടയർമെൻറ്റൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലും ഏതെങ്കിലും ലാവണം പിടിക്കണം, അവിടെ തന്നെ തുടരണം. കാരണം സർക്കാർ വണ്ടിയും വെള്ളവും പിന്നെ ഈ സഹായികളും ഇതൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ആൻഡ് ദേ ആർ ഓൾസോ അൺഎംപ്ലോയബിൾ. പുറത്ത് ഒരു ജോലിയും കിട്ടില്ല അവർക്ക്. കാരണം അവർക്ക് അതിനുള്ള സ്കിൽസ് ഇല്ല, അതിനുള്ള അറിവില്ല, കഴിവില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഏത് വിധേനയും കടിച്ചു തൂങ്ങി സർക്കാരിനകത്ത് നിൽക്കാനുള്ളൊരു ശ്രമം ഇത്തരം ആൾക്കാരിൽ അങ്ങനെ ആവരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഐ സീ ഇറ്റ് വെരി പോസിറ്റീവ്ലി. ഇപ്പോൾ സസ്പെൻഷൻ പീരീഡിലാണെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും സർക്കാർ സംവിധാനത്തിൽ നിന്ന് മാറി നിൽക്കുന്ന വളരെ ഭംഗിയുള്ളൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ജീവിതമാണ്. ഈ ഒരു വർഷം ഐ എം റിയലി താങ്ക്ഫുൾ. കാരണം നമുക്ക് ജീവിതത്തിൻ്റെ മറ്റ് പല മേഖലകളിലേക്കും സമയം ചെലവഴിക്കാൻ, കുടുംബമായിക്കോട്ടെ മറ്റു കാര്യങ്ങൾക്കൊക്കെ സമയം കിട്ടുന്നുണ്ട്. സോ ദാറ്റ്സ് മൈ പേഴ്സണൽ വ്യൂ. നമുക്ക് ഈ മെൻ്റൽ ഹെൽത്ത് ഒരു വലിയ ഇഷ്യൂവും കൂടെയാണ് സിവിൽ സർവീസിനകത്ത്. പ്രത്യേകിച്ച് അധികാരം കൈയാളി കഴിയുമ്പോൾ പലർക്കും പല വിധത്തിലുള്ള കോംപ്ലക്സുകളും ഡിസോർഡേഴ്സും ഒക്കെ വരാറുണ്ട്. അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പല രീതിയിലാണ്. നമ്മൾ വളരെ സാഡിസ്റ്റിക്കായിട്ടും ടോക്സിക് ബോസസ് ഒക്കെ പറയാമല്ലോ. അത് ഗവൺമെൻറ്റിനകത്ത് മാത്രമല്ല, കോർപ്പറേറ്റ് സെക്ടറിലൊക്കെ ഉണ്ട്. വളരെ ടോക്സിക് ആയിട്ടുള്ള ബോസുകളുണ്ട്. നാർസിസിസ്റ്റിക്കാണ്. അവർ പറയുന്നതിന് മറുത്ത് ആരും പറയാൻ പാടില്ല, ചോദ്യം ചെയ്യാൻ പാടില്ല. പക്ഷേ ഈ സിവിൽ സർവീസിലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്ന ഫയലിൽ അഭിപ്രായം എഴുതാനാണ്. അത് നിർഭയമായിട്ട് എഴുതുകയും വേണം. അപ്പോൾ മുകളിൽ നിന്ന് വിരട്ടിയത് കൊണ്ട് താഴെയുള്ള ഉദ്യോഗസ്ഥൻ അഭിപ്രായം മാറ്റി എഴുതുന്ന ആ ഒരു സിസ്റ്റം സിവിൽ സർവീസിനകത്ത് തീരെ പറ്റില്ല. പ്രൈവറ്റ് സെക്ടറിൽ പിന്നെയും നമുക്ക് വേണമെങ്കിൽ സമ്മതിക്കാം. കാരണം പ്രൈവറ്റ് സെക്ടറിൽ അങ്ങനെ ഒരു റൂൾ ബൗണ്ടൊന്നും അല്ല. നിയമം ലംഘിക്കാൻ ഏത് തമ്പുരാനാണെങ്കിലും ഇവിടെ അനുമതിയില്ല. അത് ഉള്ളിലോട്ട് എടുക്കാൻ ഇപ്പോൾ റിട്ടയർമെൻറ്റോട് അടുത്ത് നിൽക്കുന്ന സമയത്ത് പോലും ഈ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്കത് അറിയില്ല എന്നല്ല. ദേ നോ, പക്ഷേ ദേ ചൂസ് ടു ഇഗ്നോർ ദാറ്റ്. അവർ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുകയാണ്. നമ്മൾ കാണുന്ന പോലെ ഇപ്പോൾ വളരെ നേരെ ചൊവ്വേ ഞാനിപ്പം കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നു, ആ മറുപടി വായിച്ചിട്ട് അതിനനുസരിച്ച് നീതിയുക്തമായിട്ട് തീരുമാനമെടുക്കുന്നു എന്നൊക്കെ ഉള്ളത് ഒരു കിനാശേരിയാണ്. ദാറ്റ്സ് നോട്ട് ഹൗ ഇറ്റ് വർക്ക്സ്. ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ചും പല ഇടനിലക്കാരാണ്. ഗവൺമെൻറ്റിനകത്തുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, ജാതി സംഘടനകൾ, ഇത് മതവുമായിട്ട് ബന്ധമുള്ള കക്ഷികൾ, അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റി ലീഡേഴ്സ് ഉണ്ട്. അതും അല്ലെങ്കിൽ പല ഈ വലിയ മുതലാളിമാർ ഹൂ ഡിസൈഡ് തിങ്സ്. അവരൊന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല, അവരാരും തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല. അവർക്ക് ആർക്കും ജനങ്ങളുമായിട്ട് യാതൊരു പ്രതിബദ്ധതയില്ല. പക്ഷേ ഇവർക്ക് തീരുമാനിക്കാൻ പറ്റുന്നുണ്ട് കാര്യങ്ങൾ. അത് ഒരു ഡേഞ്ചറസ് സൈൻ കൂടെയാണ്. നിയമം അനുസരിച്ച്, ചട്ടങ്ങളനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കേണ്ട സ്ഥലത്ത് അവിടെ നീതി നടപ്പാവുന്നതിന് പകരം പലരുടെയും ശുപാർശ അനുസരിച്ചാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഐ തിങ്ക് ദാറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. ഒരു സബോർഡിനേറ്റായ താങ്കൾ മാത്രമാണോ അത്തരത്തിൽ ഫയലിൽ സ്വതന്ത്രമായ അഭിപ്രായം രേഖപ്പെടുത്തുന്നത്? അതല്ലെങ്കിൽ അങ്ങനെ അഭിപ്രായം രേഖപ്പെടുത്തുന്ന എല്ലാവർക്കുമെതിരെ ഇത്തരത്തിലുള്ള ഈ പ്രത്യേക സ്വഭാവമുള്ള ആ ഉദ്യോഗസ്ഥർ എല്ലാവരോടും ഇതേ രീതിയിൽ പെരുമാറാറുണ്ടോ? അസഹിഷ്ണുത, ഒരു വ്യത്യസ്തമായ അഭിപ്രായത്തോട് അസഹിഷ്ണുത വരെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ നിയമപ്രകാരം ഫയലിൽ അഭിപ്രായം എഴുതേണ്ട ഒരാളെടുത്ത് നിങ്ങൾ എഴുതരുതെന്ന് പറഞ്ഞാൽ അത് അസഹിഷ്ണുത പ്രോമാക്സ് ആണ്. വേറെ ലെവലിൽ പോയി കഴിഞ്ഞു. അത് നോർമൽ ഒരു വ്യക്തിക്ക് സാധിക്കുന്നതല്ലല്ലോ. അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് സ്വതന്ത്ര വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് അഭിപ്രായം പറയുന്നത് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരു വകുപ്പിൻ്റെ സെക്രട്ടറി, അയാളുടെ ജോലിയാണ് ഫയലിൽ അഭിപ്രായം എഴുതുന്നത്. അപ്പോൾ ഫയലിൽ ഇങ്ങനെ നീ അഭിപ്രായം എഴുതിയാൽ ഞാൻ നിന്നെ ശരിയാക്കി കളയുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ത് വെള്ളരിക്കപ്പെടണോ? ദാറ്റ് ഈസ് ഹാപ്പനിങ്. ഇപ്പോൾ ഇതിൽ ഇപ്പോൾ 2-3 ഫയലുകളിൽ അതും അഴിമതി
പക്ക എനിക്ക് 100% ഫയൽ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കേസുകളിലാണ് ഞാൻ അഭിപ്രായം എഴുതിയത്. അപ്പോൾ അതിനുശേഷം അത് മറച്ചു വെച്ചുകൊണ്ട് ഫയൽ എന്നിലൂടെ റൂട്ട് ചെയ്യാതെ മിനിസ്റ്റർക്ക് വിട്ട കേസുകളുണ്ട്. അതിനുശേഷം ദൗർഭാഗ്യവശാൽ മിനിസ്റ്റർ എനിക്ക് തന്നെ ഫയൽ തന്നു എൻ്റെ അഭിപ്രായം ചോദിച്ചുകൊണ്ട്. ഞാൻ എന്ത് ചെയ്യാനാണ്? അപ്പോൾ എനിക്ക് സത്യസന്ധമായിട്ട് അഭിപ്രായം എഴുതിയല്ലേ പറ്റുള്ളൂ. സമാനമായിട്ട് അന്നത്തെ ചീഫ് സെക്രട്ടറി ഇതുപോലെ ഇദ്ദേഹം കൊടുത്ത ഫയലുകൾ എൻ്റെ അടുത്ത് രണ്ടാമത് വായിക്കും. കാരണം ഞാൻ എന്നെ കാണിക്കാതെ കൊടുക്കാൻ ശ്രമിച്ചതാണ്. അപ്പോൾ അതൊക്കെ നടന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ രേഖയുള്ളതാണ്. ഈ ഓഫീസാണല്ലോ, ഈ ഓഫീസ് കത്തിപ്പോവാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് ഈ ഓഫീസിൽ ഇതൊക്കെ ഉണ്ട്. ഏറ്റവും രസകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ ശേഷം ഞാൻ വഴി ഫയൽ റൂട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ജയതിലക അദ്ദേഹം തന്നെ ഒരു നോട്ട് അടിച്ച് ഇറക്കി എന്നുള്ളതാണ്. സെക്രട്ടേറിയറ്റിൽ കേട്ടുകേൾവി ഇല്ലാത്തതാണ്. ഫയൽ റൂട്ടിങ്ങും അദ്ദേഹം അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് SC/ST വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത്തരം അങ്ങനെ ഇതിൽ ഒരു പബ്ലിക്കിന് അറിയാത്തൊരു കാര്യം പറയാം. ഈ ഫയൽ റൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മിനിസ്റ്റർക്ക് തീരുമാനിക്കാൻ അധികാരമുള്ളൂ. മിനിസ്റ്റർ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഇത് വകുപ്പ് സെക്രട്ടറി ഇറക്കാൻ. ആ വകുപ്പിൽ മിനിസ്റ്റർ അന്ന് കെ രാധാകൃഷ്ണൻ സാറാണ്. അദ്ദേഹം ഫയൽ റൂട്ടിംഗ് എന്താണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണാതെ ഫയൽ പോകുന്ന വ്യവസ്ഥ അവിടെ ഇല്ല. അപ്പോൾ ഇദ്ദേഹം എന്നിട്ട് സ്വതന്ത്രമായിട്ട് പുള്ളി സ്വയം മന്ത്രി ചമഞ്ഞിട്ടൊരു നോട്ടങ്ങ് ഇറക്കി. നോട്ട് ഈവൺ ഫയൽ റൂട്ടിങ്ങിൻ്റെ സർക്കുലറുമായിട്ടൊന്നുമല്ല, പുള്ളി ഒരു നോട്ടങ്ങ് അടിച്ചിറക്കുകയാണ്. താഴെയുള്ള ഉദ്യോഗസ്ഥരെടുത്ത് നിങ്ങൾ മേലാൽ ഫയൽ ഞാൻ വഴി വിടരുത്, സ്പെഷ്യൽ സെക്രട്ടറി കാണാതെ വേണം വിടാൻ. എന്നിട്ട് സ്പെഷ്യൽ സെക്രട്ടറി ആകെ മീറ്റിങ്ങുകളിൽ പോയിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ട് ഇറങ്ങി. മീറ്റിങ്ങുകളിൽ ചുമ്മാ പോയിരിക്കുക. ഏതൊക്കെ വകുപ്പിൻ്റെ അത് മീറ്റിംഗ് ഒക്കെ ഉണ്ടോ അവിടെ മീറ്റിങ്ങിൽ മാത്രം പോകാൻ വേണ്ടി ഒരു സ്പെഷ്യൽ സെക്രട്ടറി, ഫയൽ കാണാത്ത ഒരു സ്പെഷ്യൽ സെക്രട്ടറി. മീറ്റിങ്ങിന് പോകാൻ നേരം 2 മണിക്കൂർ മുമ്പ് ഈ സ്പെഷ്യൽ സെക്രട്ടറിക്ക് ആ ഫയലിൻ്റെ ഒരു കോപ്പി മാത്രം കൊടുക്കുക, അല്ലാതെ അദ്ദേഹം ഫയൽ നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കേട്ട് കേൾവിയുണ്ടോ? ഇത് വിചിത്രമായിട്ട് തോന്നുന്നില്ലേ? എന്താണ് ഫയലിൽ എഴുതാൻ ഇദ്ദേഹത്തിന് ഇത്ര പേടി എന്ന് തോന്നുന്നില്ലേ? അപ്പോൾ ഇതൊക്കെ നടക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് രാധാകൃഷ്ണൻ സാർ ഇലക്ഷന് പോയതുകൊണ്ടാണ്. അദ്ദേഹം MP ആയിട്ട് പോകുന്ന ആ ഒരു പീരീഡ് ആയതുകൊണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ തന്നെ ഞാൻ വേണു സാറിനെ കണ്ടിട്ട് പറഞ്ഞ ദയവേത് എന്നെ ഒഴിവാക്കി തന്നാൽ മതി, എനിക്ക് ഐ കാൻ ടോളറേറ്റ്, പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യാനല്ലേ പറ്റുള്ളൂ. എനിവേ, എൻ്റെ ഫണ്ടമെൻ്റൽ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയലിൽ അഭിപ്രായം എഴുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിവിൽ സർവൻറ്റിൻ്റെ അവകാശമാണ്. അത് നിയമം പരിശോധിച്ചിട്ട് നമ്മുടെ ഉത്തമ ബോധ്യത്തിൽ എന്താണോ അത് എഴുതും. അത് എഴുതാൻ തന്നെയാണ് നമുക്ക് ശമ്പളം തന്നിരിക്കുന്നത്. അതല്ലാതെ മേലെന്ന് വിളിച്ചു പറയുന്നതോ അദ്ദേഹത്തിൻ്റെ പലരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയോ അതിനുവേണ്ടിയല്ല. സ്പെഷ്യൽ സെക്രട്ടറി അറിയാൻ പാടില്ല, അറിയാതെ ഫയൽ നേരിട്ട് എനിക്ക് വരണം എന്നൊരു ഓർഡർ ഒരു മേലുദ്യോഗസ്ഥൻ ഇറക്കുകയാണ്, അല്ലെങ്കിൽ നോട്ട് ഇറക്കുകയാണെങ്കിൽ അത് നിയമപരമായി താങ്കൾക്ക് എവിടെയാണ് ചെയ്യാൻ? ചീഫ് സെക്രട്ടറിയാണ്. കാരണം ഈ റൂൾസ് ഓഫ് ബിസിനസ് പാലിക്കാൻ, റൂൾസ് ഓഫ് ബിസിനസ്സിനകത്ത് തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, റൂൾസ് ഓഫ് ബിസിനസ് പാലിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തേണ്ടത് ആരാണെന്ന് അറിയാമോ? ചീഫ് സെക്രട്ടറിയും വകുപ്പ് സെക്രട്ടറിയാണ്, മന്ത്രിയല്ല ആക്ച്വലി. അപ്പോൾ ചീഫ് സെക്രട്ടറിയും, കാരണം മന്ത്രിക്ക് അറിയണമെന്നില്ലല്ലോ, റൂൾസും ഇതൊന്നും മിനിസ്റ്റേഴ്സ് അറിയേണ്ട കാര്യമല്ല. അപ്പോൾ റൂൾസ് ഓഫ് ബിസിനസ് പാലിക്കേണ്ട ചീഫ് സെക്രട്ടറിയും ഇവിടെ വകുപ്പ് സെക്രട്ടറി തന്നെ അത് ലംഘിക്കാൻ വേണ്ടി ഓപ്പൺലി തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണ് ഇത് തെറ്റാണ് സാറേ എന്ന് പറഞ്ഞ് ഫയലിൽ തന്നെ എഴുതി കൊടുക്കുമ്പോഴും അദ്ദേഹത്തിന് അത് വിഷയമല്ല, റൂൾസ് അദ്ദേഹത്തിന് ബാധകമല്ലാത്ത പോലെയാണ് പെരുമാറുന്നത്. ഇപ്പം തന്നെ പത്രമാധ്യമങ്ങളിലൂടെ വാർത്തകൾ വന്നിരുന്നല്ലോ, ഡോക്ടർ B. അശോകിനെ ട്രാൻസ്ഫർ ചെയ്തിരുന്നത്. അദ്ദേഹം വകുപ്പ് മന്ത്രിയെ കാണിച്ചിട്ടില്ല. വകുപ്പ് മന്ത്രി ഓൾ ഇന്ത്യ സർവീസിൻ്റെ ചീഫ് മിനിസ്റ്ററാണല്ലോ. അപ്പോൾ അദ്ദേഹം കാണാതെ സ്വന്തം നിലയ്ക്കാണ് ഇറങ്ങി. അപ്പോൾ റൂൾസ് ഓഫ് ബിസിനസ് ഒന്നുകിൽ അദ്ദേഹം പഠിക്കുന്നില്ല. ഇങ്ങനെ ഒരു സെക്രട്ടറിയോടൊപ്പം ഈ റൂൾസ് ഓഫ് ബിസിനസ് ഞാൻ ഫൈറ്റ് ചെയ്തിട്ടത് എനിക്ക് ഫയൽ കണ്ടേ പറ്റൂ, എനിക്കങ്ങനെ വാശിയൊന്നുമില്ല. മിനിസ്റ്റർ ആവശ്യപ്പെടുന്നതുകൊണ്ടാണ് ഞാൻ ഫയൽ നോക്കുന്നതും അഭിപ്രായം എഴുതുന്നതും. മിനിസ്റ്റർ ആ സമയത്ത് അദ്ദേഹം മാറുന്നു. എനിക്ക് അവിടെ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പിൽ അവിടെ തുടരണമെന്ന് യാതൊരു ആഗ്രഹമില്ല. അപ്പോൾ വേറെ ഏതെങ്കിലും വകുപ്പിലേക്ക് മാറ്റിത്തരാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് മാറുന്നത്. അങ്ങനെയാണ് കൃഷി വകുപ്പിലെത്തുന്നത്. കൃഷി വകുപ്പിൽ വളരെ നല്ലൊരു ടീം ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമായിരുന്നു. അവിടെ മിനിസ്റ്ററും ഒക്കെ ആയിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ പ്രോജക്റ്റുകളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം വീണ്ടും, ഞാൻ പറഞ്ഞില്ല, പക എന്ന് പറഞ്ഞ ഒരു സംഭവം ഇങ്ങനൊന്നും അല്ല ഒരു സീനിയർ സിവിൽ സർവൻ്റ് പ്രവർത്തിക്കേണ്ടതെന്ന് അൺഫോർച്ചുനേറ്റ്ലി അത് വീണ്ടും പറയേണ്ടി വരികയാണ്.